നിങ്ങളെല്ലാവരും ബോഡി റീകമ്പോസിഷനെ പറ്റി കേട്ടിട്ടുണ്ടാവും. ഒരേ സമയം ഫാറ്റ് ബേൺ ചെയ്യാനും മസിൽ ബിൽഡ് ചെയ്യാനും സഹായിക്കുന്ന ഒരു പ്രോസസ്സാണ് ബോഡി റീകമ്പോസിഷൻ. സോ പലർക്കുള്ള ഡൗട്ടാണ് എങ്ങനെ ബോഡി റീകമ്പോസിഷൻ ചെയ്യാമെന്നുള്ളത്. സോ ഞാൻ ഇന്നിവിടെ പറയാൻ പോകുന്നത് ബോഡി റീകമ്പോസിഷൻ ഡയറ്റിനെ പറ്റിയാണ്. എങ്ങനെ ബോഡി റീകമ്പോസിഷൻ ഡയറ്റ് ചെയ്യാം. ഈ ഒരു പ്രോസസ് ചെയ്യുമ്പോൾ നമ്മൾ ഒരുപാട് കാലറിക് ഡെഫിസിറ്റ് പോകാൻ പാടില്ല. ബോഡി റീകമ്പോസിഷൻ ചെയ്യാൻ ഫസ്റ്റ് നമ്മൾ കണ്ടുപിടിക്കേണ്ടത് നമ്മുടെ മെയിൻ്റെനൻസ് കലോറീസ് ആണ്. മെയിൻ്റെനൻസ് കലോറീസ് കാൽക്കുലേറ്റ് ചെയ്യാൻ നമ്മൾ TDE കാൽക്കുലേറ്റർ അല്ലെങ്കിൽ ഗൂഗിളിൽ ടൈപ്പ് ചെയ്താൽ കിട്ടും. നമുക്ക് ഇഷ്ടംമാതിരി കാലോറി കാൽക്കുലേറ്റർ കിട്ടും. ആ ഒരു ഏതെങ്കിലും ഒരു കാലോറി കാൽക്കുലേറ്റർ സെർച്ച് ചെയ്തിട്ട് നമ്മൾ അതിൽ നിന്ന് മെയിൻ്റെനൻസ് കലോറീസ് നമ്മൾ കണ്ടുപിടിക്കുക. അപ്പോൾ നമ്മൾ മെയിൻ്റെനൻസ് കലോറീസ് കണ്ടുപിടിച്ചതിന് ശേഷം രണ്ടാമത് ചെയ്യേണ്ട പരിപാടിയാണ് നമ്മൾ ഏതെങ്കിലും ഒരു ആപ്പ് ഇൻസ്റ്റാൾ ചെയ്യുക. ലൈക്ക് ഹെൽത്തിഫൈ മീ ഓർ മൈ ഫിറ്റ്നസ് പാൽ. ഇതിൽ ഏതെങ്കിലും ഒരു ആപ്പ് ഇൻസ്റ്റാൾ ചെയ്യുക നമ്മുടെ ഫോണിൽ. ഈ ആപ്പ് ഇൻസ്റ്റാൾ ചെയ്തതിന് ശേഷം നമ്മൾ ആദ്യം ചെയ്യേണ്ടത് ഡെയിലി ഇൻടേക്ക് ചെയ്യണ കാലറീസ് ഇതിൽ ട്രാക്ക് ചെയ്യുക. എത്രയാണെന്ന് വെച്ചാൽ ട്രാക്ക് ചെയ്യുക. സോ ഈ ഒരു മെത്തേഡ് ചെയ്യുമ്പോൾ നമ്മൾ ബിഗിനേഴ്സിനാണെങ്കിൽ നമ്മുടെ ഡെയിലി ഇൻടേക്ക് കാലറി ഇൻടേക്ക് മെയിൻ്റെനൻസ് കലോറീസിൽ ടച്ച് ചെയ്യിക്കാൻ നോക്കുക. നിങ്ങളൊരു ബിഗിനേഴ്സ് അല്ല, നിങ്ങൾ അഡ്വാൻസ്ഡ് ലിഫ്റ്റർ ആണെങ്കിൽ നിങ്ങൾക്ക് ഈ മെത്തേഡ് ചെയ്യണമെങ്കിൽ നിങ്ങൾ മെയിൻ്റെനൻസ് കലോറീസിനേക്കാൾ 150 to 200 കലോറീസ് ഡെഫിസിറ്റ് പോവുക. സോ ഇങ്ങനെ നിങ്ങളുടെ കാലറീസ് ഡെയിലി ട്രാക്ക് ചെയ്യുക. പിന്നത്തെ സ്റ്റെപ്പാണ് നിങ്ങളുടെ ഫുഡിൽ എല്ലാ മാക്രോ ന്യൂട്രിയൻസും ഉണ്ടോയെന്ന് നോക്കുക. ഏതൊക്കെയാണ് മാക്രോ ന്യൂട്രിയൻസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങളുടെ കാർബ്സ്, നിങ്ങളുടെ ഫാറ്റ്സ്, പിന്നെ പ്രോട്ടീൻസ്, ഫൈബർ. ഈ 4 മാക്രോ ന്യൂട്രിയൻസ് നിങ്ങളുടെ ഫുഡിൽ അടങ്ങിയിട്ടുണ്ടോ എന്ന് നോക്കുക. നിങ്ങളുടെ മെയിൻ്റെനൻസ് കലോറീസിൻ്റെ അല്ലെങ്കിൽ നിങ്ങൾ ഇൻടേക്ക് ചെയ്യുന്ന കലോറീസിൻ്റെ 50 to 65% കലോറീസ് കാർബ്സിൽ നിന്ന് വേണം കൺസ്യൂം ചെയ്യാനായിട്ട്. ദെൻ നിങ്ങളുടെ പ്രോട്ടീൻ ഇൻടേക്ക് ഹൈ ആയിട്ടിരിക്കണം എപ്പോഴും. 2 gram per kilogram ഓഫ് ബോഡി വെയിറ്റ് എന്ന രീതിയിൽ വേണം പ്രോട്ടീൻ നിങ്ങൾ കൺസ്യൂം ചെയ്യാനായിട്ട്. പിന്നെ ഈ പ്രോട്ടീൻ ഡൈജസ്റ്റ് ചെയ്യാനായിട്ട് നിങ്ങൾ നിങ്ങളുടെ ഡയറ്റിൽ ഉൾപ്പെടുത്തേണ്ടത് ഫൈബറാണ്. ഫൈബർ ഇതിൽ നിന്നൊക്കെ കിട്ടുന്നത് വെച്ചാൽ നിങ്ങളുടെ ഗ്രീൻ വെജിറ്റബിൾസ്, പിന്നെ നിങ്ങളുടെ വെജിറ്റബിൾസ്, ഫ്രൂട്ട്സ്, ഇതിൽ നിന്നൊക്കെയാണ് ഫൈബർ നമുക്ക് ലഭിക്കുന്നത്. പിന്നെ നിങ്ങൾ കൺസ്യൂം ചെയ്യേണ്ടത് ഗുഡ് ഫാറ്റ്സ് ആണ്. ഗുഡ് ഫാറ്റ് സോഴ്സ് എവിടെ നിന്നൊക്കെയാണെന്ന് കിട്ടുന്നതൊക്കെ നിങ്ങളുടെ എഗ് യോക്ക്, പിന്നെ നട്ട്സ്, ഇതുപോലുള്ള ഐറ്റംസിൽ നിന്നാണ് ഗുഡ് ഫാറ്റ്സ് നിങ്ങൾക്ക് കൺസ്യൂം ചെയ്യാൻ പറ്റുന്നത്. നമുക്ക് ഏറ്റവും ചീപ്പസ്റ്റ് ആയിട്ടുള്ള രീതിയിലുള്ള ഒരു പ്രോട്ടീൻ സോഴ്സിൻ്റെ ഒരു ലിസ്റ്റ് ഞാനിപ്പോൾ സ്ക്രീനിൽ ഷെയർ ചെയ്യാം. നിങ്ങൾ അതിൽ നിന്ന് നിങ്ങൾക്ക് ഇഷ്ടമുള്ള പ്രോട്ടീൻ സോഴ്സ് നിങ്ങൾ തിരഞ്ഞെടുക്കുക. സോ ഇങ്ങനെയാണ് നിങ്ങളൊരു ബോഡി റീകമ്പോസിഷൻ ഡയറ്റ് ചെയ്യേണ്ടത്. സോ അടുത്ത വീഡിയോയിൽ വീണ്ടും കാണാം.